മോന് ഈ ഷോയ്ക്കകത്ത് കയറുവാണെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്റെ പച്ചയായ ഭാഷ സംസാരിച്ചോട്ടെ. പല വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടേ ആയിരുന്നതാ. വെറുതെ എന്തിനാണ് നമ്മളായിട്ടിട്ട് ഓരോരുത്തരുടെയൊക്കെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചാണ്. വേറെ ഒന്നുമല്ല, വോയിസിനെ പറ്റിയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. വൈൽഡ് കാർഡായിട്ട് ഒരാൾ അകത്തോട്ട് കയറിയപ്പം ഫോണിൽ സംസാരിച്ചേക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വേറെ ഒന്നുമല്ല, ജാസ്മിന്റെ വാപ്പ സായി എടുത്ത് സംസാരിച്ച കാര്യമാണ്. അപ്പൊ അതിനകത്ത് എന്റെയും കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്, വേറൊരാളുടെയും കൂടി ഇൻവോൾവ്മെന്റ് ഉണ്ട്. എന്റെ ഫോണിനകത്ത് വഴിയായിരുന്നു വിളിച്ചത്, അങ്ങനെ സംസാരിച്ചത്. അപ്പൊ അതിന്റെ ഏകദേശം 1 മിനിറ്റ് വോയിസ് ഞാനിവിടെ വെക്കാം. അപ്പൊ അത് നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിനകത്ത് സത്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ അപരാധം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കുകയും വേണം, എന്നെ ചീത്ത വിളിക്കുകയും വേണമെങ്കിൽ ദൈവത്തെ ഓർത്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേരെ. വലിയ പൈസ ചെലവൊന്നും ഇല്ലല്ലോ, സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പം കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും തരാം. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് പോകാം. ഇന്നലെ സ്നേഹ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതായത് സായിയുടെ വൈഫ് സ്നേഹ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇടൂ, എന്തിന് നിങ്ങൾ മറച്ചു വെക്കണം, പറയുമ്പം തെളിവുകളുമായിട്ട് പറയണം എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പം തെളിവുകൾ കേൾക്കണമെങ്കിൽ ഭയങ്കര ആഗ്രഹമാണെങ്കിൽ ഞാൻ കേൾപ്പിക്കാം. പിന്നെ ഞാനും ഇത് കേൾപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ഇനി എന്നെ വന്നിരുന്ന് ചൊറിയാനോ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാനോ എന്റെ ഫോണിൽ വിളിച്ച് എന്തെങ്കിലും സംസാരിക്കാനോ നിൽക്കരുത്. എന്റെയും കൂടി ഇൻവോൾവ്മെന്റ് ഉള്ളതാണ്, എന്റെ ഫോണിനകത്ത് വിളിച്ചതാണ്, ഞാൻ അത് റെക്കോർഡ് ചെയ്ത സാധനമാണ്. ഓക്കെ, അത് മാത്രമല്ല ഇപ്പൊ അത് പോരാത്തതിന് സായിയുടെ വൈഫും വന്നിരുന്ന് പറഞ്ഞിരിക്കുവാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം ഇട്ടോളാൻ. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒരിക്കലും സായിയും കുറ്റപ്പെടുന്നില്ല, ഈ പറയുന്ന ജാഫർക്കയും കുറ്റം പറയുന്നില്ല. ജാഫർക്ക് കുറ്റം പറയാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മകളാണ്, മകള് കാണിക്കുന്ന ആ ഒരു പ്രവൃത്തി അവർക്ക് ശരിയല്ലെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ രക്ഷിക്കാൻ നോക്കുന്ന ഒരു ഫാദറിന്റെ ഒരു കൺസേൺ ആണ് അത് കാണിച്ചെന്നേ ഉള്ളൂ. സായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തെ പറ്റി സായിയുടെ സംസാരിക്കുമ്പോൾ തന്നെ സായി പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ ഞാൻ നോക്കട്ടെ, ഇപ്പൊ എനിക്കൊരു ഗെയിം കാണും, പക്ഷെ എന്തായാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. ബിക്കോസ് ഇവരെല്ലാവരും കണക്റ്റഡ് ആണ്, നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരിൽ സായി അങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം എടുക്കാന്ന്. അല്ലാതെ സായി ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഇൻവോൾവ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സായി പോകുന്നെന്ന് അറിഞ്ഞപ്പം സായി ഇൻഫോം ചെയ്ത് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കുക എന്നുള്ളൊരു രീതിയിലാണ് സംസാരിച്ചത്. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. മോന് ഈ ഷോയ്ക്കകത്ത് കയറുവാണെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്റെ പച്ചയായ ഭാഷ സംസാരിച്ചോട്ടെ. പല വലിച്ചു കീറി അവനോട് അന്തസ്സായിട്ട് പറയണം, നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും, വല്ല പെൺപിള്ളേരെ പാവാടത്തുമ്പി പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ. ആ നായിന്റെ മോളും അങ്ങനെ ഒന്ന് പറയാമോ? എന്റെ മോളെ പറയണം, നല്ല അന്തസ്സായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഗെയിം കളിച്ച് ജയിക്കാൻ പറ, പ്രേമിച്ച് ജയിക്കാതെ ഗെയിം കളിച്ച്. അല്ല, ഞാനിതിനകത്ത് കണ്ടസ്റ്റന്റ് ആയി കയറുമ്പോ ഞാനെന്താണെങ്കിലും ഇതിന്റെ ഒരു ഗെയിം ഉണ്ടാവില്ല ഇപ്പൊ. അതന്നെ ആ കാര്യം ഞാൻ അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും, അത് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും മോന് ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല, പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോമ്പോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാ, ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ, അവന്റെ ആ കോമ്പോയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റിത്തരാമെങ്കിൽ കൂടി പറ്റുമെങ്കിൽ. കേട്ടല്ലോ, സായി പറയുന്നുണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഗെയിം കാണും, എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവൻ ചെയ്തു കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവന്റെ ഒരു ഭാഗം വെച്ച് പറയുന്നുണ്ട്. അല്ല, അവൻ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, എടാ എനിക്ക് എന്റേതായിട്ടൊരു ഗെയിം ഉണ്ട്, അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് നല്ലതെന്നൊക്കെ സായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതും പോരാതെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിപ്പം നോർമലി ഇപ്പം എന്ത് പറയണ്ട, എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുമ്പോൾ പറയുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തത്. പക്ഷേ ഇതിനകത്ത് ഇതൊന്നും ഇല്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഉണ്ടെങ്കിൽ അത് ആരും എടുത്ത് പുറത്തിടുക, ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% നമ്മളെടുത്തത് പുറത്തിടും. ഓക്കെ, ഇത് വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചൊരു സാധനമാണ്. നാളെ ഒരു കാലത്ത് എന്തെങ്കിലും തിരിഞ്ഞു കൊത്തുമെന്ന് ഓരോരുത്തർ തോന്നിയിട്ട് ഞാൻ എടുത്തു വെച്ചൊരു കാര്യമാണ്. ഓക്കെ, അപ്പം ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളതിനകത്ത് കേട്ടല്ലോ, അവരുടെ വാപ്പയുടെ അന്നത്തെ സിറ്റുവേഷൻ ആണ് പറയുന്നത് അവരുടെ വീട്ടുകാർ ഫേസ് ചെയ്യുന്നത്. കാര്യം ഞാനത് ബീപ്പ് ഇട്ടിട്ടുണ്ട്, തക്കാളി മോനെ എന്നാണ് വിളിച്ചത്. ഓക്കെ, അപ്പം ഗബ്രി നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, വന്നിരുന്ന ഇന്റർവ്യൂവിനകത്ത് കൈ പിടിക്കുന്നതോ ഉമ്മ വയ്ക്കുന്നതോ തെറ്റാണോ, കല്യാണം കഴിച്ചവരിങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഡീലിൽ നീ വന്നിരുന്ന ഓരോന്ന് സംസാരിക്കുമ്പം നീ ഇത് കേൾക്കുക. അങ്ങേറെ മുന്നിലെങ്ങാനും ചേർന്ന് കയറി കഴിഞ്ഞാൽ പുള്ളി നിന്നെ അടിക്കും, 100% ഉറപ്പാണ്. അന്ന് ആ ഒരു രീതിയിലായിരുന്നു നിന്നത്. കാര്യം അത് നമുക്ക് ആ വോയിസ് നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും.
എന്തായാലും അവിടെ നടന്നൊരു സംഭവം ഇതാണ്, അതായത് ഫോണിൽ വിളിച്ചപ്പോൾ നടന്നൊരു സംഭവം ഇങ്ങനെയാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ജാഫർ ഖാൻ തന്നെ ഈ സിബിന്റെ അടുത്ത് അന്ന് എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സിബിന്റെ ആര്യയുടെയും ലൈവ് നിങ്ങൾ കണ്ടു കാണുമല്ലോ, അതിനകത്ത് അവർ എടുത്തു പറയുന്നുണ്ട്. ഈ പറയുന്ന സീക്രട്ട് ഏജന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അവിടെ ചെന്ന് പറഞ്ഞതെന്നൊക്കെ പുള്ളിക്കാരൻ തന്നെ അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ വീഡിയോക്കകത്ത് അവർ പറഞ്ഞ സമയത്ത് ഞാനത് റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു പോയിന്റ് എടുത്തു വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയമായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതെന്നും അത് മാത്രമല്ല വളരെ സീക്രട്ടായിട്ട് നടന്നൊരു കാര്യം വേറൊരാളത്ത് നിന്ന് ചെന്ന് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണെന്നും ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാര്യം ആ ചെയ്തത് അങ്ങേരുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. പുള്ളിയായിട്ട് തന്നെ ചെന്നിട്ട് അവരുടെ അടുത്ത് പറയാനായിട്ടും അവർ ഓപ്പൺ ആയിട്ട് ഇത് പറയാനൊക്കെ വന്നത്. അത് മാത്രമല്ല എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ്. എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കള്ള രാജകുമാരൻ തേങ്ങ മറ്റേതാണ്, പിന്നെന്തുവാ നീ കണ്ട കണക്കല്ലേ, നീ കൺഫഷൻ റൂമിലെ കാര്യം പറയുന്നതൊക്കെ പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്. കാര്യം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പലപ്പോഴും അവർ മറന്നു പോകുന്നു എന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര വിഷമം വരുന്നത്. വേറൊരു കാര്യം, ഈ ഒരു ജാസ്മിന്റെ കാര്യം തന്നെ ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിനെ വരെ ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ഫാമിലി ആയാലും എല്ലാവരും എന്തിനിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ്ലി ജാസ്മിന്റെ വിഷയം ഇത് വിട്ടേന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തട്ടിയ ഒരു വിഷയങ്ങൾ എനിക്ക് അഫ്സലിന്റെ കേസ് തന്നെയാണ്. കാര്യം അഫ്സലിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരുപാട് നാളുകളോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പക്ഷേ ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അത് എനിക്ക് അത്രേ പറയാനുള്ളൂ. കാര്യം പരിചയപ്പെട്ടതിന് ശേഷം അവനൊരു ജെനുവിൻ പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയതിന്റെ പേരിൽ മാത്രമാണ് എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ അവന് വേണ്ടി എനിക്ക് ശബ്ദിക്കണമെന്ന് തോന്നിയത്. കാര്യം അവള് പബ്ലിക്കായിട്ട് വന്നിരുന്ന് കാണിക്കുന്ന പ്രവൃത്തിയോടെ നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തുമില്ല. എൻ്റെ ലൈഫ് ലോങ് ഞാൻ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. പിന്നെ എന്നെ ചീത്ത വിളിക്കുന്നവന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ വീണ്ടും വീണ്ടും എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും, ഇതുപോലെ വന്നിരുന്ന് ഞാൻ റിപ്ലൈ തരും. ചിലപ്പോൾ നിനക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, നീ വിചാരിക്കുക ആ ഷോയ്ക്കകത്ത് ജാസ്മിന്റെ വാപ്പ എൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് എൻ്റെ മോള് കപ്പടിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു. കപ്പടിച്ചാലും എന്ത്, കപ്പടിച്ചില്ലെങ്കിലും എന്തോ. ഞാൻ പറഞ്ഞിരുന്നത് ഈ പറയുന്ന അഫ്സലിന്റെ കേസിലൊക്കെയാണ് മെയിനായിട്ട് സംസാരിച്ചത്. അഫ്സലിനെ മൂഞ്ചിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു കാര്യത്തിൽ 100% ലോകത്തുള്ള എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. അത് തന്നെ നമ്മളും വന്ന് പറഞ്ഞു. എനിക്ക് കൂടുതൽ ഈ ഒരു വിഷയത്തിൽ അറിയാവുന്നത് കൊണ്ട് ഞാൻ വന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വന്നിരുന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും പിന്നെ വേറെ എന്തെങ്കിലും ഈ കേസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പേരിൽ കൊണ്ട് കൊടുത്തെന്നറിയാം. പക്ഷെ ആവശ്യമില്ലാതെ എൻ്റെ ഓരോ കാര്യങ്ങളിൽ ഫോണിൽ വിളിക്കാനും പിന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാനും ഒരു ത്രെട്ട് പോലൊക്കെ രീതിയിൽ സംസാരിക്കാനും നിൽക്കരുത്. കാര്യം ഇത് ഞാനും കൂടി ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം പുറത്തു വിട്ടത്. ഇത് നിങ്ങളെയൊക്കെ വേറെ കോൺവെർസേഷൻ ആണെങ്കിൽ അതെനിക്ക് കിട്ടിയ ഒരിക്കലും ഞാൻ ചെയ്യത്തില്ലായിരുന്നു. ഇത് ഈ ഒരു വിഷയത്തിലുണ്ട്. അതാണ് ഞാൻ ഈ ഒരു സാധനം റെക്കോർഡ് ചെയ്തത്, ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചതും. പോരാത്തതിന് ഒരുപാട് ആൾക്കാർക്ക് ഈ സാധനം പുറത്ത് വരണം, ഇതിന്റെ ക്ലാരിറ്റി അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ ആ ആഗ്രഹം ഇപ്പൊ എല്ലാവർക്കും അങ്ങ് മാറി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഫുൾ വോയിസ് ഉണ്ട്, അത് ഞാൻ ഇപ്പം തൽക്കാലം പുറത്തുവിടാൻ എനിക്ക് താല്പര്യമില്ല. അതെന്റെ കയ്യിൽ തന്നെ സേഫ് ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നിങ്ങളുടെ ചീത്തവിളികളും തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു.